ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിയുടെ ഇന്നലെ നടന്ന പൊതുസമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം വന്നിരുന്നു. നിങ്ങൾ മീഡിയ പ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPM തേടിയിട്ടില്ല എന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വതന്ത്ര സ്വഭാവം നിലനിർത്തുന്നതിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലൊക്കെ അവർ പിന്തുണച്ചിട്ടുണ്ടാകാമെന്നും ജമാഅത്തെ ഇസ്ലാമി പ്രിയങ്കയ്ക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിനെ തള്ളിപ്പറയാതിരുന്നത് എന്നും ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഒന്നുകിൽ സ്ഥല ജല ഭ്രമം സംഭവിച്ചിരിക്കുന്നു, അതല്ല എങ്കിൽ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പച്ചക്കള്ളം പറയുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ വ്യക്തികൾക്ക് പിന്തുണ കൊടുത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്, മുന്നണികൾക്ക് പിന്തുണ കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമി വ്യക്തികൾക്കോ മുന്നണികൾക്കോ പിന്തുണ പതിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് നാളിതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ചർച്ചകളിലും ധാരണകളിലുമെല്ലാം CPIM-നെ പ്രതിനിധീകരിച്ച് പലപ്പോഴായി പങ്കെടുത്ത പാർട്ടി ഭാരവാഹി കൂടിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് പറയാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ കുറിച്ച് അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തന്നെ അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ അവൈലബിളാണ്, അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം അവൈലബിളാണ്, ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് അവൈലബിളാണ്, ദേശാഭിമാനിയുടെ മുഖപ്രസംഗം നമ്മുടെ മുമ്പിൽ അവൈലബിളാണ്. മാത്രമല്ല സഭാരേഖയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുന്ന സഭാരേഖ നമ്മുടെ മുമ്പിൽ അവൈലബിളാണ്. ഇതെല്ലാം മുൻപിൽ ഉണ്ടായതിനു ശേഷവും തൻ്റെ പൂർവ്വകാലത്തെ റദ്ദ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റാണ് മുഖ്യമന്ത്രി നടത്തിയത്. അദ്ദേഹം തൻ്റെ പൂർവ്വകാലത്തെ റദ്ദ് ചെയ്ത് കളയാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെയും അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെയും നിലനിൽക്കുന്ന ഡാറ്റ റദ്ദ് ചെയ്യുന്നു. അത്തരം പിന്തുണയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ നിരവധി സ്റ്റേറ്റ്മെൻറ്റുകൾ റദ്ദ് ചെയ്യുന്നു എന്നത് മുഖ്യമന്ത്രി സ്വയം തന്നെ പരിഹാസ്യനാകുന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. 1996 ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2015 തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട്. പരസ്പരം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്തുണച്ചത്. സംസാരത്തിൻ്റെ ഉള്ളടക്കം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചത്. രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് 2019 മറിച്ച് കോൺഗ്രസിനെ പിന്തുണക്കുന്നത്.